യമൻ ജയിലിൽ വധശിക്ഷ കാത്തുകിടക്കുന്ന മലയാളി നൈസായിട്ടുള്ള നിമിഷപ്രിയയുടെ കാര്യം എല്ലാവർക്കും അറിയുന്നുണ്ടാകും. നമ്മളിപ്പോ നേരത്തെ ഇവിടെ അബ്ദുൾ റഹീമിനെ വധശിക്ഷയിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ ഭീമമായിട്ടുള്ള ഒരു തുക പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ ഈ നിമിഷപ്രിയക്കും ഇനി അങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് മാറിയ ഒരു സംഭവമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പല വ്യക്തികൾക്കും നിമിഷപ്രിയയെ അറിയുന്നുണ്ടാകും. ഈ നിമിഷപ്രിയ എന്ന് പറയുന്നത് യമനിൽ ജോലി ചെയ്തു വരുന്ന ഒരു നഴ്സായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങോട്ട് അവിടെയുള്ള ഒരു പയ്യനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരികയാണ്. അവരുടെ ഒരു ഒരു ലാബോ എന്തോ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പയ്യനാണ്. അതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പയ്യനായിരുന്നു അത്. അവനെയും കൂട്ടിയിട്ട് നാട്ടിലേക്ക് വന്നു. അങ്ങനെ അവൻ ഇവിടെയുള്ള നിമിഷപ്രിയയുടെയും ഭർത്താവിന്റെയും മാരേജ് ഫോട്ടോ എടുത്ത് നാട്ടിലേക്ക് പോയി, തിരിച്ച് യമനിലേക്ക് തന്നെ പോയി. അങ്ങനെ അവിടെ ചെന്നിട്ട് ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ അവൻ ചതിക്കുകയാണ് ചെയ്തത്. അതായത് ഒരു വ്യാജ രേഖ ഉണ്ടാക്കി, ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നിമിഷപ്രിയയുടെ മേലിൽ അധികാരം സ്ഥാപിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സഹിക്കവയ്യാതെ ഇവരൊരു ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് ചെയ്തത്. കുറച്ച് ഡോസ് കൂടിയ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തത് കാരണമാണ് ആ ഒരു പയ്യൻ മരണപ്പെട്ടത്. അത് ഇഞ്ചക്ഷൻ കൊടുത്തത് നിമിഷപ്രിയ അല്ലാന്നും കൂടെ ഉണ്ടായിരുന്ന മറ്റാരോ ആണെന്നൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ പുറത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതുമായി സംബന്ധിച്ച് ഈ നിമിഷപ്രിയയുടെ കേസിൽ കുറച്ച് നല്ല കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ആ യമനി കുടുംബത്തോട്, അതായത് ആ മരണപ്പെട്ട പയ്യന്റെ കുടുംബത്തോട് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടത് $40,000 വേണ്ടത്. അപ്പോൾ അതിൽ ആദ്യഘട്ടത്തിന് വേണ്ടത്, അതായത് ഒന്നാമത്തെ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ട പണം എന്ന് പറയുന്നത് $20,000 ആ $20,000 ലോകത്തിൽ നിന്നുള്ള പല വ്യക്തികളും അങ്ങനെ അയച്ചു തന്നതുകൊണ്ട് ആ ഒരു പണം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ബാക്കി $20,000 കൂടി ആവശ്യമുണ്ട്. അതും ഇതുപോലെ പല വ്യക്തികളും അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പണം ബുദ്ധിമുട്ടില്ലാതെ സ്വരൂപിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ യമൻ പൗരന്റെ കുടുംബത്തോടുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ്. ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ദിയാദനം കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിയാദനം വേണം, അങ്ങനെ മാപ്പ് തരുമോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് ഒരു കൂടിയാലോചന നടക്കുകയാണ്. അതിന്റെ പണമാണ് ഈ $40,000 എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച പോലെ ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ആരും തന്നെ ഒരുമിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ നിമിഷപ്രിയയുമായി സംബന്ധിച്ച വാർത്തകളുടെ താഴെയുള്ള കമന്റുകൾ എന്ന് പറയുന്നത് വളരെ മോശം കമന്റുകളാണ്. അവൾ ഒരു കൊലയാളിയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പല വ്യക്തികളും പറയുന്നത്. ഒരു സ്ത്രീ അവളുടെ മാനം കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ആ ഒരു യമനി പൗരൻ ഈ ഒരു നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ വഞ്ചിച്ചതാണ് എന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകും. വ്യാജ രേഖകൾ ഉണ്ടാക്കി അവരുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനവും ഇവരെ മാരേജ് ചെയ്തു. അത്തരത്തിലുള്ള വ്യാജ കണക്കുകളും വ്യാജ രേഖകളും ഉണ്ടാക്കിയിട്ടാണ് ഈ യമനി പൗരൻ ഈ ഒരു നിമിഷപ്രിയയുടെ മേലിൽ അധികാരം സ്ഥാപിച്ചത്. അത് സഹിക്കവയ്യാതെയാണ് ഇങ്ങനെയുള്ളൊരു കുറ്റകൃത്യം ചെയ്തതും. പക്ഷെ ഈ കുറ്റകൃത്യം ചെയ്തത് മറ്റൊരു വ്യക്തിയാണ്, നിമിഷപ്രിയയുടെ കൂടെ ഉണ്ടായിരുന്ന ഏതോ ഒരു വ്യക്തിയാണെന്നും പറയപ്പെടുന്നുണ്ട്. അതിന്റെ കാര്യത്തിൽ നമുക്ക് അത്ര വലിയൊരു സത്യാവസ്ഥ എന്താണെന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ, നമ്മൾ അബ്ദുൾ റഹീമിന് വേണ്ടി എങ്ങനെയാണോ കൈകോർത്തത് അതുപോലെ തന്നെ നിമിഷപ്രിയയ്ക്കും വേണ്ടിയിട്ടും കൈകോർക്കണം എന്നുള്ളതാണ്. അവരും ഒരു ഇന്ത്യക്കാരിയാണ്, നമ്മുടെ കേരളത്തിലുള്ള ഒരു മലയാളിയാണ്. അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ കൈകോർക്കണം എന്നുള്ളതാണ്.